ഗവർണറുടെ കാവ്യവൽക്കരണ പ്രക്രിയ ഇപ്പോഴും സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് നൽകിയ പേരുകൾ വെട്ടി സംഘപരിവാർ വ്യക്തികളെ അംഗങ്ങളായി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. RSSന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനയിലെ അംഗങ്ങളെയാണ് അവരിത്തരത്തിൽ ഉദ്ദേശിക്കുന്നത്. കാലിക്കറ്റ്, വെറ്റിനറി തുടങ്ങിയ സർവകലാശാലകളിലും സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രദ്ധിക്കുന്നത്. ഗവർണറുടെ കാവ്യവൽക്കരണ നിലപാടുകൾക്കെതിരായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തിയായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ കാവ്യവൽക്കരണ നിലപാടിന്റെ പങ്കുപറ്റുന്നതല്ലാതെ ഇതിനെതിരായി ഒരു നിലപാടും സ്വീകരിക്കാൻ UDF തയ്യാറാവുന്നില്ല എന്നതും പ്രത്യേകതയുള്ള ഒന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് ഏത് മതരാഷ്ട്രവാദികളുമായി കൂട്ടുചേരുന്ന നിലപാടാണ് UDF എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. RSകാർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖില നേതാവ് മോഹൻ ഭഗത് പങ്കെടുക്കുന്ന ജ്ഞാനസഭ നടക്കാൻ പോവുകയാണ്. കേരളത്തിലെ 5 വൈസ് ചാൻസലർമാർക്ക് ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം നൽകുകയും അവർ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. RSS സംഘടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ജ്ഞാനസഭ സർ സംഘചാലക് മോഹൻ ഭഗത് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ്. സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ EMSനോട് നിങ്ങളെ കാണണം, അതിന് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല വേണ്ടത്, മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നാടാണ് കേരളം. അവിടെ RSകാർ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന സംഘപരിവാർ യോഗത്തിൽ ആ പാരമ്പര്യമുള്ള വൈസ് ചാൻസലർമാർ നേരിട്ട് പങ്കെടുക്കുന്നു ആവേശത്തോടെ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അപമാനകരമാണ് എന്ന് പറഞ്ഞത്. ഇത് അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന ഒന്നാണ്. ജനാധിപത്യ സമൂഹം, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം ഇത്തരം സംഘപരിവാർ അജണ്ടയെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും ശരിയായ ദിശാബോധത്തോടെ കാണുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ല, വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയാതെ കൊണ്ടാണോ പോകുന്നത്? പറഞ്ഞുകൊണ്ടാണോ പോകുന്നത്? ആര് അതിനകത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാല് ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയല്ലല്ലോ, ഇത് വേറൊരു സംഘപരിവാർ പരിപാടിയല്ലേ. ആ സംഘപരിവാർ പരിപാടിയിൽ പോവുകയാണ്. ആ പോകുന്നത് അതിശക്തിയായ രീതിയിലുള്ള മതവൽക്കരണത്തിന്റെ ഭാഗമാണെന്നാണ് എൻ്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. അതിൽ സംശയമൊന്നും വേണ്ട. ആരുടെ അഭിപ്രായം വേറെ നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തും. ആരെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്, പാർട്ടി അഭിപ്രായമാണ് പറഞ്ഞത്. കാണുന്നത് കൊണ്ടും അതുപോലെ തന്നെ സംസാരിക്കുന്നത് കൊണ്ടും മാത്രം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വസ്തു വെച്ചിട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോന്ന് അങ്ങോട്ട് അയഞ്ഞു ഇങ്ങോട്ട് അയഞ്ഞു എന്ന് നിങ്ങളെ വാർത്തയല്ലേ, വാർത്താ ശൃംഖലയിലെ നിങ്ങളുടെ ഓരോ പദപ്രയോഗങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ സംസ്കൃത സർവകലാശാലയെ പറ്റി പറഞ്ഞത്. അവിടുത്തെ നോമിനേഷൻ ഇപ്പോൾ RSകാരെ തന്നെ തെരഞ്ഞെടുപ്പിച്ച് നിശ്ചയിക്കുകയാണല്ലോ ചെയ്യുന്നത്. SFIയുടെ പ്രതിഷേധം മാത്രമല്ല, എല്ലാ ജനാധിപത്യ ശക്തിയുടെയും പ്രതിഷേധം തുടരും. അല്ലാണ്ട് SFIക്ക് മാത്രം പ്രതിഷേധം വന്നിരിക്കും. നിങ്ങൾക്കായിരിക്കും ഇല്ലാത്ത പ്രതിഷേധം പിന്നെ SFIക്ക് മാത്രമുണ്ടോ? കേരളീയ സമൂഹത്തിനാകെ പ്രതിഷേധമുണ്ട് ഈ വർഗീയവൽക്കരണത്തിന്. കേരളത്തിന്റെ പാരമ്പര്യം അതാണ്. ആ മഹത് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം എല്ലാവരും തുടരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്.